Srimati Nusrat Jahan, an act of terror will be treated as an act of war എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എപ്പോഴാണ്? ഇവിടെ കയറി വന്ന് ഈ ഭീകരവാദം നടത്തി നിരപരാധികളെ കൊന്നൊടുക്കി മതം ചോദിച്ച് അതിന് തിരിച്ചടി നൽകും എന്ന് വ്യക്തമായി പറഞ്ഞു പ്രധാനമന്ത്രി ബീഹാറിൽ നിന്നുകൊണ്ട്. എവിടെ പോയി ഒളിച്ചാലും അത് കൃത്യമായി ചെയ്തു. ശ്രീ രാജൻ ജോസഫ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരൊറ്റ സിവിലിയൻ ജീവൻ പൊലിഞ്ഞില്ല, ഒരൊറ്റ സിവിലിയൻ കേന്ദ്രത്തിലേക്ക് ഒരു മൊട്ടുസൂചി വീണില്ല. കൃത്യമായി വരച്ചു വച്ച ഭീകര താവളങ്ങളിലേക്ക് ലക്ഷ്യമിട്ടു. അത് അണുവിട തെറ്റാതെ ചെന്ന് വീണു, അത് തകർത്തു. അവിടെ കൊല്ലപ്പെട്ടവരെത്ര എന്ന് നമുക്കറിയാൻ നിവൃത്തിയില്ല. കാര്യം പലയിടത്തും അങ്ങനെ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തലയെണ്ണാതിരിക്കാൻ എത്ര തീവ്രവാദികൾ ഉണ്ടായിരുന്നു എന്നുള്ള എണ്ണം നമുക്കിന്ന് ഊഹമാണ്, 100ഓളം, അതേ നമുക്കറിയാവുള്ളൂ. അപ്പോൾ അതിനവർ നടത്തിയ തിരിച്ചടി എന്തായിരുന്നു? ഇരുട്ടിൻ്റെ മറവിൽ പൂഞ്ചിലെ ജനവാസ മേഖലയിലേക്ക് നേർക്കുനേർ നിന്ന് സൈന്യത്തോട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്തവർ പൂഞ്ചിലെ ജനവാസ മേഖല ലക്ഷ്യമിട്ടു. ഞാൻ നേരിൽ കണ്ടതാണ്. 2 ഇരട്ട കുട്ടികൾ ക്രൈ സ്കൂളിന് സമീപത്തെ ഇടനാഴിയിൽ ആ ജീവൻ പൊലിഞ്ഞ ആ സ്ഥലം ഞാൻ കണ്ടതാണ്. റോഡിൽ ഈ വർഷം മാത്രം അവിടെ വളരെ ദൂരത്തുള്ള സ്കൂളിൽ നിന്ന് അവിടെ വന്നു ചേർന്ന പിഞ്ചു ബാലൻ, പഠനം മെച്ചപ്പെടുത്താൻ കൂടുതൽ മാർക്ക് നേടാൻ വന്ന ബാലൻ തല ചിതറിപ്പോയി. ആ വിഷ്വൽ ഞങ്ങൾ കാണിച്ചില്ല. അങ്ങനെയാണ് അവർ തിരിച്ചടിച്ചത്. അപ്പോൾ പിന്നെ എണ്ണം പറഞ്ഞ് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ അവർക്കൊന്നുമില്ലാത്ത വിഷമമാണ് ശ്രീ എം എ ബേബിക്ക്. ശ്രീമതി നുസ്രത് ജഹാൻ ഇത് എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ഇന്ത്യയുടെ നയം 0% ടോളറൻസ് ടു ടെററിസം. ദാറ്റ് ഈസ് അവർ, ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യ ഈസ് എ കൺട്രി വേർ ടെററിസം കൊണ്ട് ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച ആക്രമണങ്ങളും പിന്നെ എല്ലാം വെട്ടിപ്പിടിക്കലും എല്ലാം നടന്ന് 2000 വർഷത്തോളം ഭാരതം അനുഭവിച്ച വെട്ടിക്കീറലും ആക്രമവും എല്ലാം കണ്ട ഒരു ഭാരതത്തിന്റെ സംസ്കാരത്തിലൂടെ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും കൂട്ടരെയും സഹിക്കാൻ പറ്റാത്ത അസൂയ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റുക. കാരണം ഇത് അസൂയയുടെ മേല. കാരണം ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പോസ്റ്റ് വെച്ചിട്ട് ഇപ്പൊ ലോകത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന് എല്ലാ രാജ്യങ്ങളെയും സോവിയറ്റ് റഷ്യ വെട്ടിക്കീറി, ചൈനനെ ഈ തോതിലാക്കി എല്ലാം നടത്തി ഇവിടെ എത്തുമ്പോ ആകെ ഒതുങ്ങിപ്പോയ ഒരു കേരളത്തിൽ നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പോലും ഡൽഹിയിൽ ബേസ് ചെയ്യാത്ത ഒരു മലയാളിനെ കൊണ്ടുവെക്കേണ്ട അവസ്ഥ വന്ന ഒരു CPM-ന്റെ ഒരു സഹതാപ കരച്ചിൽ മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. നത്തിങ്. ഹി ജസ്റ്റ് സെഡ് സംതിങ്. എന്തെങ്കിലും പറയണ്ടേ? കാരണം അദ്ദേഹത്തിന്റെ MP-മാര് പോലും വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ജോൺ ബ്രിട്ടാസിനെയൊക്കെ നമ്മൾ കണ്ടു, ശശി തരൂരിനൊക്കെ. അവരൊക്കെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഇരുന്നിട്ട് ഇന്ത്യ ചെയ്തത് തെറ്റ്. നരേന്ദ്രമോദി പറയും ടെററിസം, ഫോർ ദ ടെററിസം അവർ ആൻസർ ഇസ് ഓൺലി വാർ. വേറെ എന്താ ചെയ്യണ്ടേ? ഇത് ഇവര് പറഞ്ഞിട്ടില്ലേ? പാകിസ്ഥാനെല്ലാം ആക്രമിച്ച് അപ്പൊ തന്നെ TRF-ന്റെ ടീം ഈ ആക്രമണത്തെ ഏറ്റെടുത്ത് പഹൽഗാം ആക്രമണത്തിന് ഏറ്റെടുത്ത് പാകിസ്ഥാൻ ഗവൺമെന്റും അതിനെ അംഗീകരിച്ചില്ലേ? നമ്മൾ കണ്ടതല്ലേ? ഇന്ത്യന്റെ വിദേശകാര്യ സെക്രട്ടറി ഒരു ഫോട്ടോ പിടിച്ചിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഭീകരവാദിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച ഒരു പ്രധാനമന്ത്രിയും സൈന്യങ്ങളും ഉണ്ടോന്ന്? സൈന്യം, മതത്തിന് വേണ്ടി സൈന്യത്തിന് വളർത്തുന്ന ഒരു രാജ്യം ലോകത്തിൽ അതന്നെയുള്ളൂ. ഹമാസൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും കൂടിയിരുന്നാണ് ചെയ്യണേ. ദിസ് ഇസ് ദ ഹോൾ ടുഗദർ. ആ ഒരു കൺട്രീന്റെ സെറ്റപ്പ് തന്നെ ദേ ആർ യൂസിങ് ഫോർ ദ മേക്കിംഗ് ഓഫ് ദ വെപ്പൺ, ബൈങ് വെപ്പൺ, സെല്ലിംഗ് വെപ്പൺസ് ഒക്കെ ഒരു ഭീകരവാദത്തിന്. ഫോർ വാട്ട്? ഇസ്ലാമിക് രാജ്യം അല്ലെ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇസ്ലാം കാര്യം 5 ആണെന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. ഇന്നിപ്പോ 6 ഇവര് നോക്കിയപ്പോ. ജമാഅത്ത് ഇസ്ലാമിയും TRF-ഉം പിന്നെന്താ പറയാ പാകിസ്ഥാൻ ഭീകരവാദികളൊക്കെ പറയുമ്പോ രാജ്യം കൂടിയാണ് നിങ്ങളുടെ അവസാനത്തെ കാര്യം. ജമാഅത്ത് ഇസ്ലാമിന്റെ ബൈലോയിൽ അതാ പറഞ്ഞിരിക്കുന്നത്. രാജ്യം കൂടി ആവുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവൂ. അവസാന നാളിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ആവുക. എല്ലാരും ഇസ്ലാം ഖബറിന്ന് ഇങ്ങനെ എണീറ്റ് വരുമ്പോ, ജഡ്ജ്മെന്റ് ഡേയിൽ എണീറ്റ് വരുമ്പോ എല്ലാം മുസ്ലിങ്ങളായിട്ട് മരിച്ചവരായിരിക്കണം. അപ്പൊ ഈ ലോകം അത് ഓരോ മുസ്ലിമിന്റെയും ധർമ്മ. അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആവില്ല എന്ന് പറയണ പാകിസ്ഥാനികളെ പോലത്തെ ടെററിസ്റ്റുകളെ കൂടെ ഈ ദൈവമില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് തൊട്ട് ടൈപ്പായി. അവിടെയാണ് നമ്മുടെ ചോദ്യം.
ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രക്തത്തിന്റെ ചോരക്കാര മാത്രം ഇൻക്ലാബ് വിളിച്ച് നടന്ന നമ്മുടെ കുട്ടിക്കാലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ EMSന്റെ കാലോ എല്ലാം എല്ലാരെ കണ്ടപ്പോ ഇപ്പോഴുള്ള ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ കൂടിയിട്ട് എല്ലാത്തിനും അവര് ചെയ്യണ സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇന്ത്യ എന്ത് ചെയ്യണമായിരുന്നു ഈ സമയത്ത്?